സത്യമാണ്. ഇവിടെ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ക്ലൈമാക്സ് പോലെ പരമ്പരാഗത മാലയും ദാ ഇളയമയുടെ കൈവശം തന്നെ ഉണ്ട്. അയ്യോ, എന്റെ കയ്യിലോ? ദേ ആനന്ദേ, എന്താ ഇത്? നീ എപ്പോഴും ഇങ്ങനെ എന്റെ പേര് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്ന എന്തിനാ? ചേച്ചി, അയ്യോ, എല്ലാവരും കൂടി വന്ന് എന്റെ മുറി പരിശോധിച്ചതല്ലേ, എന്നിട്ട് ചെയിൻ കിട്ടിയോ? എടുക്കാത്ത ചെയിൻ ഞാൻ എവിടുന്ന് എടുത്തോണ്ട് വരാനാ? ചെയിൻ ആ മുറിയിലല്ല ഇളയമേ, അത് ഇളയമയുടെ ബാങ്ക് ലോക്കറിൽ ഭദ്രമായി ഇരിപ്പുണ്ട്. ബാങ്ക് ലോക്കറിലോ? അയ്യോ ചേച്ചി, ഈ ആനന്ദ് എന്താ പറയുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ പേരിൽ എങ്ങനെയും കുറ്റം ചാർത്താൻ വേണ്ടി ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുക അവൻ. ഞാൻ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്ന് അമ്മതേ ഈ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കും, അപ്പൊ മനസ്സിലാവും. ഹലോ, ഞാൻ തൃച്ചംബരത്ത് വിലാസിനിയാ സംസാരിക്കുന്നത്. പറയൂ മാഡം. ബാങ്ക് മാനേജറാണോ സംസാരിക്കുന്നത്? അതെ മാഡം, ഞാൻ മാനേജർ തന്നെ. പറയൂ. നമ്മുടെ ബാങ്ക് ലോക്കറുകളിൽ ഏതോ കള്ളം കയറിയെന്ന് കേട്ടല്ലോ. അതെ മാഡം, ലോക്കറുകളെല്ലാം ഡാമേജ് ആണ് മാഡം. എല്ലാവരും അവരവരുടെ ലോക്കറുകളിൽ ഇരിക്കുന്നതിന്റെ എല്ലാം ലിസ്റ്റ് മെയിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ് മാഡം. മാഡവും ആ ലിസ്റ്റ് അയക്കണം. ആ ലിസ്റ്റ് എല്ലാം ഞാൻ അയച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിൽ വളരെ വിലപിടിപ്പുള്ള ലോക്കറ്റുള്ള ഒരു മാലയുണ്ട്. ഞാൻ കുറച്ചു മുന്നേ കൊണ്ടുവന്ന് വെച്ചതാ. അതിലിരിക്കുന്ന സ്വർണങ്ങളിൽ പ്രധാനപ്പെട്ടത് ആ പരമ്പരാഗത മാലയാണ്. തലമുറകളായി ഉപയോഗിച്ചു വന്ന ഒരു സെന്റിമെന്റൽ അറ്റാച്ചുള്ള ചെയിനാണിത്. അത് പോകാൻ ഇടവരരുത്. ഓക്കെ മാഡം, നിങ്ങളുടെ ലോക്കർ ഏത് കണ്ടീഷനിലാണ് ഇരിക്കുന്നതെന്ന് പറയാൻ വയ്യ. മാഡം നേരിട്ട് വരുന്നതായിരിക്കും നല്ലത്. അയ്യോ ചേച്ചി, കേട്ടില്ലേ? എന്റെ ശബ്ദവും എന്റെ സംസാരവും പോലെ തന്നെ. ഇതേതോ മിമിക്രിക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് തന്നെ അവൻ. ഇതിനും വേണ്ടിയിട്ട് ഈ ആനന്ദിന് എന്നോട് ഇത്ര വലിയ ദേഷ്യം എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആന്റി സമാധാനായിട്ടിരിക്കെ. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ആലോചിച്ച് ഞാൻ ഇവിടെ കൈകാലിട്ടടിക്കുക. അപ്പോഴാ അവളെ രക്ഷിക്കണമെന്നും പറഞ്ഞു. അഖില ആന്റി അത് മറന്നു. ഇനി ആന്റി പേടിക്കണ്ട, സമാധാനപ്പെട്. അഖിലയുടെ മൗനം, അതാണ് എനിക്കൊരു ഭയം. ആ മഹേശ്വരി, ആ പറയ്. അതെയോ? ഓ, ഞാനും അതേക്കുറിച്ച് മഹേശ്വരി അതാര്? ഓ, എന്റെ അമ്മായിമ്മ. എന്റെ അമ്മായിമ്മ കൊണ്ട് ഇങ്ങനൊരു ഉപകാരം ഉണ്ടായി. ഇതൊക്കെയാണ് ഗോൾഡൻ ചാൻസ് എന്ന് പറയുന്നത്. തേടിയ മാല ഇതാ കൺമുന്നിൽ തന്നെ ഇരിക്കുന്നത്. അമ്മ വരുന്നതിന് മുമ്പ് ഇവനെങ്ങനെ പതുക്കെ എടുത്ത് ഫോട്ടോ അങ്ങോട്ട് മാറ്റാം. ഇതാണ് പരമ്പരാഗതമായ മാല. ഒരു പള്ളിക്കെട്ട് ഇസള്. ഇതെന്തോന്നത്? വേണ്ട. പകല് നടന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കും അഖില ആലോചിക്കുന്നത്. അതെ കൃഷ്ണേട്ടാ, ഞാനൊന്ന് ചിന്തിക്കും. ദൈവം മറ്റൊന്ന് തീരുമാനിച്ച് നടപ്പിലാക്കും. അഖില എന്താ പറഞ്ഞു വരുന്നത്?
കല്യാണിയെ എങ്ങനെയെങ്കിലും തൃച്ചംബരത്ത് നിന്ന് പുറത്താക്കണമെന്നുള്ള ചിന്തയിൽ തന്നെയായിരുന്നു ഞാൻ. അതിനനുകൂലമായൊരു സന്ദർഭം തരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ പരമ്പരാഗത മാലയുടെ കാര്യത്തിൽ സത്യമറിയാതെ ഞാൻ ആ പാവങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു. അതിലെനിക്ക് കുറ്റബോധമുണ്ട്. വിവേകം വികാരത്തിന് വഴിമാറി കൊടുക്കുന്നതാ. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇങ്ങനെ എടുത്തു ചാടി തീരുമാനമൊന്നും എടുക്കരുത്. ഒന്ന് ചിന്തിക്കാൻ മനസ്സിനൊരു അവസരം ഉണ്ടായാൽ എടുക്കുന്ന തീരുമാനം എല്ലാം ന്യായമായിരിക്കും. എന്തായാലും ഞാനിപ്പോ ഒരു ധർമ്മസങ്കടത്തിലാ. ഈ പരിതാവസ്ഥയിൽ നിന്നും കല്യാണിയെ ഞാൻ തൃച്ചംബരത്തുനിന്ന് എങ്ങനെ പറഞ്ഞുവിടും? ഇപ്പോഴും അഖില ഗുരുജി പറഞ്ഞു തന്നെയാണ് ചിന്തിക്കുന്നത്, അല്ലേ? അഖിലെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കാൻ. വിശ്വാസവും അന്ധവിശ്വാസവും രണ്ടാണ്. വിശ്വാസം നമ്മളെ രക്ഷിക്കും, അന്ധവിശ്വാസം നമ്മളെ തകർക്കും. അഖില നല്ലൊരു വിശ്വാസിയും അതിലേറെ അന്ധവിശ്വാസിയുമാണ്. ഗുരുജി പറഞ്ഞത് അഖില ചിന്തിക്കുന്നതുകൊണ്ടാണ് കല്യാണിയോട് ഈ വെറുപ്പ്. ഗുരുജി ഈശ്വരനൊന്നുമല്ല പറയുന്ന പോലെയൊക്കെ സംഭവിക്കും. ഗുരുജി വെറും ഒരു മനുഷ്യനാണ്. ദൈവത്തെ കാണുന്നത് പോലെ അഖില ഇത്തരം ദൈവഭക്തന്മാരെയും കാണുന്നു. മനുഷ്യ ദൈവങ്ങൾ പറയുന്ന കാര്യങ്ങളിലല്ല നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. അതുകൊണ്ട് കല്യാണിയെ പുറത്താക്കണമെന്ന ചിന്ത അങ്ങ് വിട്ടുകളഞ്ഞേക്കല്ല. എന്റെ നെഞ്ചിനകത്തൊരു തീച്ചൂളയാണ്. തീച്ചൂള. മറ്റുള്ളവരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച് ആരും ഒരു ജീവിതം ആഗ്രഹിക്കരുത്. അർഹതയില്ലാത്തതൊന്നും മോഹിക്കരുത്. ഗതികേടുകൊണ്ട് ഒരിക്കൽ കൂടി എന്നോട് അപേക്ഷിക്കുക. ഇനിയും നീ ഇത് തിരുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ തൃച്ചംബരത്തൊരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കും. അവിടെ അമ്മയോ മകനോ അതിലൊന്നേ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഔട്ട് ഹൗസിന് ഞാൻ തീ വയ്ക്കും. അതിൽ കിടന്ന് ഞാനും എന്റെ മകനും വെന്തെരിയും. പിന്നെ നിനക്കെന്തോ ആകാം. ഇനി എന്താ വേണ്ടതെന്ന് നീ തീരുമാനിക്ക. നിനക്ക് വേണ്ടത് നിന്റെ സ്വപ്നങ്ങളാണോ അതോ അച്ഛനും കൂടെ പിറപ്പാണോ? ചിന്തിക്ക്. ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം. മറ്റുള്ളവരുടെ സമാധാനം തകർത്ത് നിങ്ങളൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല. ഇത് നീ കാരണം ഹൃദയവേദന അനുഭവിച്ച് തകർന്നു നിൽക്കുന്ന നിന്റെ അച്ഛനാ പറയുന്നത്. സത്യം. അയ്യോ, പിന്നൊന്നും കഴിക്കാൻ പറ്റില്ല. അയ്യോ, മനസ്സിന് തീ പിടിച്ച് ഞാൻ ഇവിടെ നിൽക്കുമ്പോ അവക്ക് തീറ്റിന്നൊരു വിചാരമേ ഉള്ളൂ. ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്തൊരു ജന്തു. കണ്ണീച്ചോരല്ലാത്ത പണിയല്ലേ ആ ദാസേട്ടനോടും കല്യാണിയോടും ചെയ്തത്. ഇത്രയും നേരമായിട്ടും അഖില എന്നോട് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. എന്താണ് വരാൻ പോകുന്നേന്ന് ഓർത്ത് തല പുകഞ്ഞ് കരിഞ്ഞു നടക്കുക ഞാൻ. അപ്പോഴാ അവക്ക് കല്യാണിയുടെ ഒരു ജ്യൂസ്. ആ അടുക്കളക്കാരിയെ കാറിനകത്ത് വെച്ച് കൊല്ലാൻ നോക്കിയതിന് എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ജയിലിൽ അയക്കാൻ നോക്കിയ അഖില ഈ പരമ്പരാഗത മാല ഞാൻ മോഷ്ടിച്ച് തൃച്ചംബരത്ത് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതിന് കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. അഖിലയുടെ മൗനം എന്നെ ഭയപ്പെടുത്തുന്നതാണ്. എന്താണ് എനിക്ക് തരാൻ പോകുന്ന ശിക്ഷയെന്ന് ഓർത്ത് ഞാൻ അനുനിമിഷം തകരുകയാ. വിധി കാത്തു നിൽക്കുന്ന പ്രതിയെ പോലെ എത്ര നേരമെന്ന് വെച്ചാ ഞാൻ ഈ ടെൻഷൻ സഹിക്കുക. അഖിലേച്ചി ഒന്നും മിണ്ടിയിരുന്നെങ്കിൽ എനിക്കൊന്ന് സമാധാനിക്കായിരുന്നു. ആ, അത് ശരിയാ. ശിക്ഷ ഉറപ്പായ സ്ഥിതിക്ക് അതൊന്നും വിധിച്ചെങ്കിൽ പിന്നെ ആന്റിക്കത് അനുഭവിച്ചാൽ മതിയായിരുന്നല്ലോ, അല്ലേ? അയ്യോ, സമയം എന്തായോ എന്തോ.
മാല മോഷ്ടിച്ച കുറ്റത്തിന് അഖില എന്നെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് ജയിലിലേക്ക് അയച്ച നീയായിരിക്കും കൂട്ടുപ്രതി. ഞാനോ? ഈ മാല മോഷ്ടിക്കാൻ കൂട്ടുനിന്നത് നീയാ. അത് മോഷ്ടിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും നീയാ. പ്രേരണ കുറ്റോ ഏറ്റവും വലിയ കുറ്റം. അയ്യോ അയ്യോ ആന്റി തമാശക്ക് പോലും ഇങ്ങനൊന്നും പറയരുതേ. ജയിലെന്ന് കേട്ടാ എനിക്ക് തല കറങ്ങും. ഇവിടത്തെ പോലെ തന്നെ നമുക്ക് അവിടെ ഒരുമിച്ച് കഴിയും. ആന്റി ഇങ്ങനെ ഇവിടെ നിന്നാലോ? നമുക്ക് സാധാരണ മറ്റുള്ള ഹാളിലേക്ക് ചെന്ന് അവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കാം. ആ അതാ ശരി ആന്റി. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ശരി, ആ വാ. ആന്റി പൊക്കോ. മാഡം. എന്താ എന്നെ വിളിക്കാൻ അഖിലേച്ചി പറഞ്ഞു വിട്ടതാണോ? അതെ. പൊയ്ക്കോ, ഞാൻ അങ്ങോട്ട് തന്നെയാ വരുന്നത്. ശരി മാഡം. ആന്റി പോവാം. എന്നാ താമസിക്കണ്ട ആന്റി, പോവാം. വാ. പരമ്പരാഗത മാലമോഷണ കേസിൽ നിന്നെ എനിക്ക് ജയിലിനകത്ത് അടയ്ക്കാമായിരുന്നു. പക്ഷേ ജയിലിനകത്തുനിന്ന് നീ തിരിച്ചു വരുമ്പോഴും നന്നാകുന്ന വിശ്വാസം എനിക്ക് തീരെയില്ല. ഇത്രയും വലിയ മോഷണക്കുറ്റത്തിന് ജയിലിലെ അടിയും ഇടിയും ഒക്കെ ഒഴിവാക്കി മറ്റൊരു തരത്തിലുള്ള ഒരു മാന്യമായ ശിക്ഷ വീട്ടിൽ തന്നെ തന്നേക്കാന്ന് കരുതി. ഇന്നു മുതൽ ആ ശിക്ഷ ആരംഭിക്കുക. അയ്യോ, ഈ നിമിഷം മുതൽ നീ ഇവിടുത്തെ വേലക്കാരി. ചേച്ചി, ഇങ്ങനെ എന്നെ ശിക്ഷിക്കരുത്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയത്. മേലാൽ ഞാൻ ഇത് ആവർത്തിക്കില്ല. ഈ മാപ്പ് പറച്ചില് കേട്ട് കേട്ടും എന്റെ ചെവി തകർന്നിരിക്കുക. ദേ നോക്ക്, നിനക്കുള്ള ശിക്ഷ ഏറ്റുവാങ്ങി വേലക്കാരിയായിട്ട് നിൽക്കാൻ വയ്യെങ്കിൽ വേണ്ട. പക്ഷേ നീ ഈ നാട് വിട്ടു പൊയ്ക്കൊള്ളണം. അയ്യോ, ദാ, ഇനിയുള്ള കാലം നിന്റെ ഭർത്താവ് സഹദേവനോടൊപ്പം ദുബൈയിൽ കഴിയാനുള്ള ടിക്കറ്റും വിസയുമാ. ദുബായിയാ? ദാ അങ്ങോട്ട് പൊയ്ക്കോ, പിടി. ചേച്ചി, ചേച്ചി എന്നെ എങ്ങനെയൊക്കെ ശിക്ഷിച്ചാലും ചേച്ചി വിട്ട് ഞാൻ എങ്ങോട്ട് പോവില്ല. ദേ, ചേച്ചിയുടെ ഒരു നിഴലായി ഞാൻ ഇവിടെ ജീവിച്ചോളാം. അയ്യോ, എന്ത് ശിക്ഷയും ഞാൻ സഹിച്ചോളാം. അയ്യോ പാവം. വേലക്കാരി എങ്കിൽ വേലക്കാരി, എന്ത് ജോലി ഞാൻ ചെയ്തോളാം. അങ്ങനെ അത്ര ഈസി ആയിട്ട് എന്നെ ഇവിടുന്ന് ഒഴിവാക്കാന്ന് കരുതണ്ടാക്കില്ലേ. അയ്യോ അരവിന്ദ്, എനിക്ക് തുണി കല്ലിലലക്ക് വലിയ ശീലമൊന്നും ഇല്ലാത്തതാ, പറഞ്ഞേക്കാം. അയ്യോടോ, എന്താളേമേത്? തുണിയിലേക്ക് ഈസിയാണെന്നല്ലേ പറഞ്ഞത്? വേഗം ചെല്ല്. ദേ, അലക്കാനുള്ള തുണികളെല്ലാം വർക്കേരിയിലെ ഇളയമേൻ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ചെല്ലു 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 ചെല്ലു. ദേ, പറ്റില്ലെങ്കിൽ അത് തുറന്നു പറ. ഞാൻ വേണമെങ്കിൽ അമ്മേനെ വിളിക്കാം. വേണ്ട, ആ, ഞാൻ ചെയ്തോളാം. എന്നാ ചെന്നാട്ടെ. പൊക്കോളൂ.
ജയന്തി വരുന്ന ആന്റി പോണെന്ന്. കല്യാണി വാ. ഭയങ്കര പാറ്റ ശല്യം, മരുന്നടിക്കണം. അയ്യോ, എന്റെ കൈ ഒടിഞ്ഞു. അയ്യോ എന്നാ മുടിഞ്ഞോ? വെയിറ്റാ. ഡി, ഇതെന്താ പഴനിയിലെ പഞ്ചാമൃതോ അതോ അമ്പലപ്പുഴ പാൽപ്പായസോ? കെട്ടിപ്പിടിച്ച് നിൽക്കാതെ അതങ്ങോട്ട് താഴോട്ടിട്. ഇവിടെ കിടക്കട്ടെ. നാശിച്ചത്. അയ്യോ എന്നെ നാടു. ആന്റി, ഞാനൊരു ഐഡിയ പറയട്ടെ. എന്താ ഐഡിയ? ഈ തുണികളെല്ലാം ഞാൻ സർഫിൽ മുക്കി വെക്കാം. അത് ഓരോന്നോരോന്നായിട്ട് ആന്റി എടുത്ത് ആദ്യം കുത്തിപ്പിഴിഞ്ഞ് പിന്നെ കല്ലിലിട്ട് അലക്കി എടുത്താ മതി. അത് ശരി. നീ സർഫ് കലക്കും, ഞാനെല്ലാം അലക്കണം. കൊള്ളാം. ദേ, മര്യാദക്ക് ഞാൻ പറയുന്ന കേട്ടില്ലെങ്കിൽ തുണി അലക്കുന്ന പോലെ നിന്നെ ഞാൻ എടുത്തിട്ട് അലക്ക പറഞ്ഞേക്കാം. അവളൊരു ഐഡിയ കൊണ്ട് വന്നിരിക്കുന്നു. ദേ, തുണി അലക്കാൻ വേണ്ടി ആ പൈപ്പിൽ നിന്ന് വെള്ളം പിടിക്കിച്ചല്ലേ. ഈ ബക്കറ്റ് എടുത്തോണ്ട് പോടി. അയ്യോ ഇവിടെ ഇരി. ദൈവമേ, ഹിമാലയ പർവ്വതം കിടക്കുന്ന പോലെയാണല്ലോ തുണിക്കെട്ട് കിടക്കുന്നത്. ഇതെല്ലാം കൂടി ഞാൻ എങ്ങനെ കഴുകും? അയ്യോ വെള്ളമില്ലേ? അയ്യോ ആന്റി, പൈപ്പിൽ വെള്ളമില്ല. വെള്ളമില്ലെങ്കിൽ മോട്ടർ ഓൺ ചെയ്തി. എല്ലാം പറഞ്ഞു തരണോ? ശരി. എളയമ്മേ, കരണ്ടില്ല, അതുകൊണ്ട് മോട്ടർ ഓൺ ആവില്ലേ? അയ്യോ, വെള്ളമില്ലെങ്കിൽ പിന്നെ എങ്ങനെ തുണി അലക്കുന്നേ? എളയമ്മേ, വെള്ളം ടാങ്കിലില്ലെന്നേ ഉള്ളൂ, കിണറ്റിലുണ്ടല്ലോ. വെള്ളമില്ലേ? അതുകൊണ്ട് കിണറ്റിന്ന് കോരിയാ മതി. അവിടെ വെച്ചേക്കും. ഓക്കെ സാർ. കല്യാണിക്കത് എന്ത് പറ്റി? ഫോൺ എടുക്കാത്തെന്താ? ചേച്ചിക്ക് എന്താ ചെവിയേക്കാൻ വയ്യേ? ഫോൺ എടുക്ക ചേച്ചി. ചേച്ചി ഫോൺ എടുത്ത് വല്ലുവിനോട് സംസാരിക്കാൻ. നീ പോയി നിന്റെ കാര്യം നോക്ക്. ആന്റി, നീ അഖിലാന്റി വരുന്നുണ്ടേ. നീ നോക്ക്. അയ്യോ അയ്യോ അരവിന്ദ്, അരവിന്ദ്, എന്താ ഇതൊക്കെ? നീ വാ, നമുക്ക് പോയി നോക്കാം.
ചേച്ചി ആരാ ഈ ബോക്സ് അല്ലേ ഇവിടെ കൊണ്ടുവച്ചത്? ആ ഞാനാ ഇതെല്ലാം കൂടി ഇവിടെ ചുമന്ന് വെച്ചത്. ഞാനാ ആന്റി, ഞാനാ 3/4 ഭാഗം ഇവിടെ കൊണ്ടുവച്ചത്. ഓഫീസിൽ പോവേണ്ട ബോക്സുകളെല്ലാം ഇവിടെ എന്തിനാ ചുമന്ന് കയറ്റി വെച്ചതെന്ന്. ദേ, ഇപ്പൊ ഇതെല്ലാം എടുത്ത് താഴെ ഇറക്കണം. പറഞ്ഞത് കേട്ടില്ലേ? മാറ്റാൻ. ഉഫ്, കഷ്ടം. ആന്റി, എന്താ ഇത്? ഇനി ഇതെല്ലാം കൂടി താഴേക്ക് ചുമക്കാനോ? എനിക്ക് വയ്യ. എന്റെ നടു. എന്താ എന്താ പ്രശ്നം അവിടെ? വന്നോ അരവിന്ദ്? നീ പറഞ്ഞിട്ടല്ലേ ഈ പെട്ടികളെല്ലാം ചുമന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഇപ്പൊ അഖിലേച്ചി പറയുന്നു ഇതെല്ലാം കൂടി താഴേക്ക് വെക്കാൻ. ഇതൊരു കഷ്ടാണേ. അമ്മ അങ്ങനെ പറഞ്ഞു അഖിലാന്റി ഇതെല്ലാം കൂടി താഴെ വെക്കാൻ പറഞ്ഞു. അതെ അമ്മ പറഞ്ഞെങ്കിൽ ഞാൻ അപ്പീലില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വേഗം നിങ്ങൾ ഇതെടുത്ത് താഴേക്ക് വെച്ചേക്ക്. ഓക്കെ, ശരി കേട്ടോ. ഞാൻ ചെയ്യൂല. ഒരു ഡോസ് കൂടി കൊടുക്കാം. അമ്മ ഇറങ്ങി വന്നിട്ട് ഇനി ഇത് കാണണ്ട. അപ്പൊ വേഗം ആയിക്കോട്ടെ. ജയന്തി ഒന്ന് ഉത്സാഹിച്ചേ കേട്ടോ. അപ്പൊ വേഗം ആയിക്കോട്ടെ. ഇടി വെട്ടി അവനെ പാമ്പ് കടിച്ചു. ചെല്ല് ചുമക്കാം. So let's start. Okay. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. നിങ്ങളായിട്ട് വൃത്തിയേടാക്കിയ ഈ ഹാളും പരിസരവും ഒക്കെ അമ്മ വന്ന് കണ്ടാലേ എന്നോട് ചോദിക്കും എന്തുകൊണ്ട് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചില്ലാന്ന്. അമ്മക്ക് ദേഷ്യം വന്ന അറിയാലോ. അതുകൊണ്ട് വേഗം ചെയ്യ്. ഇല്ലെങ്കിൽ വീഡിയോ എടുത്ത് നീ അഖിലേച്ചിയെ കാണിക്കുമെന്ന് അതല്ലേ? അതന്നെ. എനിക്ക് വയ്യ. അപ്പൊ പെട്ടെന്നായിക്കോട്ടെ പരിപാടികളൊക്കെ. എടാ മോനെ അരവിന്ദ്, നീ എന്തിനാടാ എപ്പോഴും ആ വീഡിയോ വെച്ച് എന്നെ വരട്ടുന്നേ? നിനക്കിപ്പോ എന്താ വേണ്ട? ഇതിനകം എല്ലാം അടിച്ചു തൂത്ത് തുടച്ച് വൃത്തിയാക്കണം. അത്രയും മതി. ജയന്തി പോയി ബക്കറ്റില് വെള്ളവും സോപ്പ് പൗഡറും ലോഷനും ഒക്കെ എടുത്തിട്ട് വാ. ജയന്തി ഇളയമ്മ പറഞ്ഞു കേട്ടില്ലേ? കേട്ടു. എന്നാ പൊക്കോ, വേം പണി ചെല്ല്.
ചെയ്യണോ? ആ പോണം. അയ്യോ അയ്യോ പൂടി ആന്റി. എന്റെ അടുത്ത കളി. അയ്യോ എന്റെ ആന്റി പോയേ, ഓടി വായോ. അയ്യോ എന്റെ ആന്റി പോയേ. ആന്റി കുറച്ചു മുമ്പ് വരെ വാതോരാതെ സംസാരിച്ചതാണ് എന്റെ ആന്റി. ഇത്ര പെട്ടെന്ന് ചത്തുപോകുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ലേ. അയ്യോ അയ്യോ എളയമ്മേ, ഈ അടവുകളൊക്കെ ഞാൻ കൊറേ കണ്ടിട്ടുള്ളതാ. മൈൻഡ് ചെയ്യാതിരിക്കുന്നതാ നല്ലത്. അരവിന്ദേട്ടാ ഓടിവായോ, ആന്റി ആശുപത്രി കൊണ്ടുപോ. ഓടിവായോ. അയ്യോ ഇത്ര അഭിനയം. എന്താ ആന്റി ആശുപത്രി കൊണ്ടുപോ. ഓടിവാ ഓടിവാ. എന്തടി? എന്തത്? എന്താ? പോയി പോയി. ഈ ജോലി മൊത്തം ചെയ്ത ആന്റി തലകറങ്ങി വീണതാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ മരിച്ചു പോവും, അത് ഉറപ്പാ. ഒരു ആംബുലൻസ് വിളിക്കാം അരവിന്ദേട്ടാ പ്ലീസ്. ഒരാൾ ചാവൻ കടമ്പ കിടന്ന് കരിയ. ചാവാൻ കിടക്കുമ്പോ കരയുണ്ട്. ജയന്തി, ഇത് കാര്യം നിസ്സാരമല്ല. ഇളയമ്മയ്ക്ക് ജനിതക മാറ്റം സംഭവിച്ച വൈറസ് കൊണ്ടുണ്ടാവുന്ന കൊറോണ ആവാനാ സാധ്യത. ഞാൻ ആരോഗ്യ പ്രവർത്തകരെ വിളിക്കാം, അവര് വന്ന് അവരെടുത്തോണ്ട് പോയി ക്വാറന്റൈനിലാക്കി കൊടുക്കും. അയ്യോ എനിക്ക് എന്ത് പറ്റി? ആന്റി തലകറങ്ങി വീണു, ചത്തുപോയെന്ന് ഞങ്ങളൊക്കെ കരുതിയത്. അല്ല, ഞാൻ വേണമെങ്കിൽ അവരെ വിളിക്കാം, കൊറോണ ആവാനാ സാധ്യത. വേണ്ട 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 അരവിന്ദേ, എനിക്ക് ഒരു കൊറോണയും ഇല്ല. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. കൺഗ്രാറ്റ്സ് മോനെ. താങ്ക് യു സർ. ബ്രോ, കൺഗ്രാറ്റ്സ്. ഞാൻ പറഞ്ഞതുപോലെ എവിടെ ചെന്നാലും നീ വിജയിക്കും. എനിക്ക് നിന്നെക്കുറിച്ച് അഭിമാനമേ ഉള്ളൂ. ഇത്രയധികം സന്തോഷമുള്ള ദിവസമായിട്ടും നീ എന്താ വല്ലാതെ ഡിസ്റ്റർബ്ഡായി നിൽക്കുന്നേ? എന്താണ്? ഏയ്, എനിക്ക് ചെറിയൊരു തലവേദന. തലവേദനയോ? അരവിന്ദ്, നീ വേഗം ഡോക്ടറെ ഒന്ന് വിളിക്കേ. ഏയ്, അതൊന്നും വേണ്ട. എനിക്കൊരു പുതിന ടീ കുടിച്ചാൽ മാറിയേക്കും. ഗംഗ എവിടെ? അഖിലാന്റി, ഗംഗയ്ക്ക് ഒരു കോൾ വന്നു, ഫോണിൽ സംസാരിക്കാ പുറത്ത്. ശരി. സുജാത മാഡം, ആനന്ദിന് ഒരു പുതിന ടീ ഉണ്ടാക്കി കൊടുക്ക വേഗം. മാഡം എനിക്ക് പുതിന ടീ. ഏയ് വേണ്ടമ്മേ. കല്യാണി ഉണ്ടാക്കുമല്ലോ പുതിന ടീ.